സമരം 33-ാം ദിവസത്തിലാണ് ഉള്ളത്. ഒരു ദിവസത്തേക്ക് ഡൽഹി പോലീസ് അനുമതി കൊടുത്ത സമരമാണ്. പോലീസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ഈ 33-ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്നത്. ജന്തർ മന്ദറിലാണ് ഞാനുള്ളത്. നിരവധി പ്രതിഷേധക്കാരെ നമുക്ക് ഇന്നും ഈ ജന്തർ മന്ദറിൽ കാണാൻ സാധിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഈ ജന്തർ മന്ദറിന്റെ വേദിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഉച്ചയോടുകൂടി ഈ വേദി പൂർണ്ണമായും നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് CJP തീരുമാനിച്ചിരിക്കുന്നത്. എപ്പോൾ രാജിവെക്കുന്നു അപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണ് CJP വക്താക്കൾ അറിയിച്ചിരിക്കുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ന്യായമാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടിയന്തരമായിട്ട് വേണം. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ സുരക്ഷിതമായിട്ട് അഴിമതിയും തട്ടിപ്പുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വളരെ അത്യാവശ്യമാണെന്നാണ് CJP ഉൾപ്പെടെ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെയും മുദ്രാവാക്യ വിളികളുമായിട്ടാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ഈ ജന്തർ മന്ദറിൽ ഓരോ ദിവസവും തടിച്ചുകൂടുന്നത്. കഴിഞ്ഞ 33 ദിവസവുമായിട്ടും ഈ ഒഴുക്കിന് ഒരു കുറവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്, എല്ലാ ദിവസവും ഈ സമരം കാണുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ കുറവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പോലീസിന് നിയന്ത്രിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് ആളുകൾ ഈ സമരവേദിയിലേക്ക് എത്തുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തു നിന്നും ചില ആളുകൾ ഐക്യദാർഢ്യം അറിയിക്കാനായിട്ട്, വിദ്യാർത്ഥികളെ കണ്ട് നേരിട്ട് ഐക്യദാർഢ്യം അറിയിക്കാനായിട്ട്, ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ജന്തർ മന്ദറിലെ വേദിയിലേക്ക് എത്തുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഓൺലൈൻ ഡെലിവറി വഴി നിരവധി ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് ഡൽഹിയുടെ ജന്തർ മന്ദറിന് സമീപത്തുള്ള കടകളിൽ നിന്നുള്ള നിരവധി ഭക്ഷണങ്ങളാണ് ഈ വിദ്യാർത്ഥികൾക്ക്, ഈ സമരക്കാർക്ക് വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഓർഡർ ചെയ്യുന്നത്. ആ ഭക്ഷണങ്ങൾ കഴിച്ചാണ് അവർ ഈ സമരത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കാതെയാണ് തങ്ങളുടെ ഈ സമരം മുന്നോട്ട് പോകുന്നതെന്ന് കൂടി CJP പറയുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ ആ പോലീസ് സമരത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ചില ആളുകൾ പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ട്. അത് തങ്ങളുടെ പ്രതിഷേധക്കാരല്ല എന്നാണ് CJP വക്താവ് രാവിലെ അറിയിച്ചത്. കാരണം ഈ സമരം തകർക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾ ഈ സമരത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവരാണ് ഇത്തരത്തിൽ പോലീസിനെതിരെ കല്ലെറിയുകയും പോലീസിനെ ആക്രമിക്കാനെല്ലാം ശ്രമിക്കുന്നത്. CJPയുടെ പ്രവർത്തകരാരും അത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല. അവർ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. നിരവധി പേർ ഓരോ ദിവസവും ഇവിടെ എത്തുന്നു. ചില ആളുകൾ ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നു. ഒരു 300-ലധികം ആളുകൾ ഓരോ ദിവസവും ഈ ജന്തർ മന്ദറിലെ ഈ വേദിയിൽ തന്നെയാണ്, ഈ റോഡിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. കൂടാതെ തിരികെ പോകുന്ന ആളുകൾ, രാത്രിയോടുകൂടി മറ്റിടങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പുലർച്ചെ വീണ്ടും ഇവിടെ എത്തി വീണ്ടും രാത്രി വരെ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം മുന്നോട്ട് പോകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് CJP ഇന്നലെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സ്ഥാനത്ത് നിന്നും ഒഴിയണം. രണ്ടാമത്തേത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം സർക്കാർ നൽകണം. മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച, പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. നാലാമത്തേത് ഒരാവശ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു തരത്തിലുള്ള കേസുകളും ഉണ്ടാകരുത്. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ 4 ആവശ്യങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ സമരം നിർത്തുകയുള്ളൂവെന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. JP നഡ്ഡയുമായി ഒരു വട്ടം മാത്രമാണ് CJP പ്രതിനിധികൾ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ തീരുമാനമായില്ല. ഇന്നലെ വീണ്ടും ചർച്ച നടത്താമെന്ന് ഡൽഹി പോലീസ് മുഖാന്തരം JP നഡ്ഡ CJP പ്രവർത്തകരെ അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഓഫീസിൽ തങ്ങൾ ചർച്ചയ്ക്ക് വരില്ല, പകരം മന്ത്രിക്ക് വേണമെങ്കിൽ ജന്തർ മന്ദറിലേക്ക് വരാം. ഇത്രയധികം വിദ്യാർത്ഥികളുടെ, ജനങ്ങളുടെ, പ്രതിഷേധക്കാരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് മന്ത്രിക്ക് സംസാരിക്കാമെന്ന് CJP പറയുന്നു. അതും സാധിക്കില്ലെങ്കിൽ ഈ ജന്തർ മന്ദറിനടുത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വരാം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വരും. അവിടെ വന്ന് ചർച്ച നടത്താമെന്ന് കൂടി CJP അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനോട് സർക്കാർ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഒപ്പം സോനം വാങ്ചുങ് ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി സോനം വാങ്ചുങ് നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാവരും സോനം വാങ്ചുങ്ങിന്റെ ആരോഗ്യത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സോനം നിലവിൽ ഈ നിരാഹാര സമരം അവസാനിപ്പിച്ച് ചികിത്സയോട് സഹകരിക്കണം, ആരോഗ്യം സംരക്ഷിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ സോനം വാങ്ചുങ് നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്നലെ രാത്രിയോടുകൂടി കേന്ദ്ര സർക്കാർ സോനം വാങ്ചുങ് ഒരു കത്തെഴുതിയിരുന്നു. തനിക്ക് ചില ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. ആ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോനം വാങ്ചുങ് ആ കത്തെഴുതിയത്. ആ കത്ത് പരിഹരിക്കുക, അല്ലെങ്കിൽ ആ കത്ത് പരിഗണിക്കാമെന്ന് ഇന്നലെ JP നഡ്ഡ ഇന്നലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാകുന്നുണ്ട്, പ്രതിഷേധക്കാർക്ക് പ്രതീക്ഷകളുണ്ട്. ഇന്നോ നാളെയോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സ്ഥാനത്ത് നിന്നും ഒഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികൾ.
എല്ലാവരും ഈ പ്രതിഷേധിക്കാനായിട്ട് ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തുന്നത്. ജന്തർ മന്ദിർ കഴിഞ്ഞ് അത് കവിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് കൂടി പ്രതിഷേധക്കാർ പോവുകയാണ്. ഡൽഹിയുടെ ഹൃദയഭാഗമായിട്ടുള്ള കൊണാട്ട് പ്ലാസ ഇതിനടിയിലാണ്. അവിടം വരെയെല്ലാം പ്രതിഷേധക്കാരെത്തുന്നു. പല സമയങ്ങളിൽ പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാകുന്നു. പ്രതിഷേധം വ്യാപിച്ച് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല ഈ പ്രതിഷേധം നടക്കുന്നത്, നമ്മളുകൂടി അതുകൂടി മനസ്സിലാക്കണമുണ്ട്. മുംബൈയിലും നാഗ്പൂരിലും പാട്നയിലുമെല്ലാം കനത്ത പ്രതിഷേധം നടക്കുന്നു. CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അവിടെയെല്ലാം വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധമായി മാറുന്നു. കേരളത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടക്കുന്നു. രാജ്യത്തിന് പുറത്തേക്ക് കൂടി പ്രതിഷേധം വ്യാപിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്തുനിന്ന് വലിയ രീതിയിലുള്ള പിന്തുണകൾ CJPക്ക് ലഭിക്കുന്നു. അങ്ങനെ വരും ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ശക്തമായി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് CJP തീരുമാനിച്ചിരിക്കുന്നത്.